എല്ലാവർക്കും ഷാനിംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ സാനിറ്റി ടെസ്റ്റിംഗ് വേഴ്സസ് സ്മോക്ക് ടെസ്റ്റിംഗ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അത് ഇതിൽ വന്നിട്ടില്ല, ഞാനിവിടെ പബ്ലിഷ് ചെയ്യുന്നേ ഉള്ളൂ, അപ്ലോഡ് ആവുന്നേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളിനി ഇത്രയും നേരം നോക്കിയത് നമ്മൾ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ്. ഓക്കെ, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ എൻ്റെ നോട്ട് പാഡ് എടുക്കട്ടെ കേട്ടോ. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ഒരു മിനിറ്റ്. ഓക്കെ, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിൻ്റെ അണ്ടറിലാണ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിന് അണ്ടറിലായിരുന്നു ബ്ലാക്ക് ബോക്സ് വന്നതെങ്കിൽ സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിന് അണ്ടറിലാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് വരുന്നുണ്ടായിരിക്കുക. ഇതിൽ നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പ്രോഗ്രാമിൻ്റെ ലോജിക് ആയിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവുക. കോഡിങ് ഇൻക്ലൂഡ് ആണ്, കോഡിങ് സൈഡാണ് വരുന്നത് ഇത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടക്ട് ചെയ്യണത് ആരാണ്? ഡൺ ബൈ ഡെവലപ്പേഴ്സ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മറ്റേ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കണ്ടക്ട് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ആയിരിക്കും ഇത് ചെയ്യുന്നുണ്ടായിരിക്കും, പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇനി ടൈപ്സ് ഓഫ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഓക്കെ, രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ടൈപ്സ് ഓഫ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. ഞാൻ ചുരുക്കി എഴുതിയതാട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു എൻ്റയർ പ്രൊജക്റ്റിൽ ഓരോരോ മൊഡ്യൂൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ മൊഡ്യൂൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ മൊഡ്യൂൾസ് ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? അടുത്തൊരു ടെസ്റ്റാണ്, അടുത്ത ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് എന്താണ്? ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഈ മൊഡ്യൂൾസ് ഒക്കെ കൂടി നമ്മൾ എന്താക്കുന്നു? ഡാറ്റാബേസ് ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ എന്താക്കുന്നത്? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ഓൾ മൊഡ്യൂൾസ്, എല്ലാ മൊഡ്യൂൾസും ഇന്റഗ്രേറ്റ് ചെയ്യും. ഡാറ്റാബേസ് ഒക്കെ കണക്ട് ചെയ്ത് കണക്ഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ ഓരോന്നോരോന്നും എല്ലാം കൂടി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. DB കണക്ഷനും പേജ് ടു പേജ് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എൻ്റയർ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ എന്താക്കുന്നു? ഒരു ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു എൻ്റയർ ബിൽഡായിട്ട് നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് എന്ത്? ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. മൾട്ടിപ്പിൾ മൊഡ്യൂൾസിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ ബിൽഡാക്കിയിട്ട് നമ്മൾ അതിനെ എന്താക്കുന്നു? ടെസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ? രണ്ട് ടൈപ്സ് ഓഫ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് ഇത്, യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങും. അപ്പോൾ ഈ യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങും ചെയ്യുന്നത് ആരാണ്? ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. രണ്ട് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ആണ്, യൂണിറ്റ് ടെസ്റ്റിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ്, ഒരു പ്രൊജക്റ്റിന്റെ ഓരോരോ മൊഡ്യൂൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് യൂണിറ്റ് ടെസ്റ്റിംഗ്. ഇന്റഗ്രേഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എല്ലാ മൊഡ്യൂൾസും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് ഡാറ്റാബേസ് ഒക്കെ കണക്ട് ചെയ്ത് ഓരോ പേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്താക്കുന്ന ഒരു എൻറ്റയർ ബിൽഡായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണു. നമ്മളെല്ലാ ഡെവലപ്പേഴ്സ് ടെസ്റ്റ് ചെയ്യണു. അതാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഓക്കെ, പിന്നെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്. എന്താണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഡിംഗ് സൈഡാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഈസ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക് ഇൻ വിച്ച് ഇന്റേണൽ സ്ട്രക്ചർ, ഡിസൈൻ, കോഡിംഗ് ഓഫ് ദ സോഫ്റ്റ്വെയർ ആർ ടെസ്റ്റഡ്. അതിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇന്റേണൽ ആയിട്ടുള്ള കോഡിംഗ് സൈഡിലുള്ള കാര്യങ്ങളായിരിക്കും എന്തുണ്ടാവുക? വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിൻ്റെ ഫ്ലോയും ഇൻപുട്ട് ഔട്ട്പുട്ടും അതിൻ്റെ ഡിസൈനിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്താക്കുന്നുണ്ടാവുക? ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ
നേരത്തെ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്താണ്, ടെസ്റ്റേഴ്സിന് കോഡ് വിസിബിൾ ആയിരിക്കും. അപ്പൊ ടെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മളായിരിക്കില്ല ചെയ്യുന്നുണ്ടാവുക, അത് നമ്മുടെ ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ആ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കോഡ് എന്തായാലും വിസിബിൾ ആയിരിക്കും, കോഡിന്റെ കാര്യങ്ങളൊക്കെ ആൾക്ക് മനസ്സിലാവും. ഇപ്പൊ വൈറ്റ് ബോക്സ്, ബ്ലാക്ക് ബോക്സ് എന്ന് വെച്ചാൽ, വൈറ്റ് ബോക്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലാസിന്റെ പെട്ടി, ഉം, ഒരു ഗ്ലാസിന്റെ ഒരു ബോക്സ്. അതിനുള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിൻ്റെ ഉള്ളിലത്തെ കോഡിങ്ങും അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ പുറത്തുള്ള ആൾക്ക് അറിയണം. അതറിയണത് ആർക്കാണ്? ഡെവലപ്പർക്കായിരിക്കും ആ കോഡിങ് അറിയുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡെവലപ്പർ ആയിരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടാവാം. ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന് വേറെ പേര് പറയുന്നുണ്ട്. എന്താണ്? ക്ലിയർ ബോക്സ് ടെസ്റ്റിംഗ്, ഓപ്പൺ ബോക്സ് ടെസ്റ്റിംഗ്, ട്രാൻസ്പെറന്റ് ബോക്സ്, കോഡ് ബേസ്ഡ് ടെസ്റ്റിംഗ്, ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ്, ഇങ്ങനെ പല പല പേര് പറയുന്നുണ്ട് വൈറ്റ് ബോക്സിന്. ഒരു ബ്ലാക്ക് ബോക്സ് ആണെങ്കിലോ അതിനുള്ളിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇതിന് കുറച്ച് മുന്നത്തെ വീഡിയോസിൽ ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിന്റെ അണ്ടറിലാണ് വരുന്നത്. ഒരു പ്രോഗ്രാമിന്റെ ലോജിക്ക്, കോഡിംഗ് സൈഡും അതിന്റെ ഇന്റേണൽ സ്ട്രക്ചറും ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വെരിഫൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിന്റെ വേറെ പേര് ഏതൊക്കെയാണ്? ക്ലിയർ ബോക്സ്, ഓപ്പൺ ബോക്സ്, ട്രാൻസ്പെറന്റ് ബോക്സ്, ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് എന്നൊക്കെ ഇതിനെ വിളിക്കും. എന്ന് വെച്ചാല് കോഡ് അതിന്റെ സ്ട്രക്ചർ വിസിബിൾ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക്. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യണത് ആരായിരിക്കും? ഡെവലപ്പേഴ്സ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യുക. രണ്ട് ടൈപ്സ് ടെസ്റ്റിംഗ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങും. ഇതുവരെ ക്ലിയർ ആയല്ലേ? ഇനി white box testing involves the testing of the software code for the following. എന്തിനാണ് ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്? ഈ കോഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, അത് എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി ഹോൾസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോഡിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും ലിങ്ക് ബ്രോക്കൺ ആയിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ട് അത് ലോജിക്കും ഫ്ലോയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നില്ലേ, രജിസ്റ്റർ ചെയ്യുമ്പോൾ ലോഗിൻ പേജിലോട്ട് പോകുന്നില്ലേ, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, പിന്നെന്താണ്, ഓരോരോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഇതൊക്കെയാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? കോഡിംഗ് സൈഡ് നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ കോഡിംഗ് സൈഡ് അറിയുന്നത് ആർക്കാണ്? ഡെവലപ്പേഴ്സിനാണ്. അപ്പൊ ഇതുകൊണ്ട് ഡെവലപ്പേഴ്സ് ആയിരിക്കും വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവാം. പിന്നെ ഈ ടെസ്റ്റിങ്ങിൽ അടുപ്പേ കുറച്ച് വേറെ ടെക്നിക്സും കാര്യങ്ങളും വരുന്നുണ്ട്. കവറേജ് അനാലിസിസ് ടെക്നിക്സും വരുന്നുണ്ട് ഇതിൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ. അതെന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, 3 പോയിന്റാണ്, ഇപ്പം 2 പോയിന്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് കവറേജും ബ്രാഞ്ച് കവറേജും. അതുപോലെ തന്നെ ഒരുപാട് വരുന്നുണ്ട്. ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല വരുന്നത്. നമ്മൾ ടെസ്റ്റേഴ്സിന് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് 2 മാത്രം എക്സാമ്പിൾ എടുത്ത് പറയണത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സുകളാണ് ഇതൊക്കെ. അതിൽ ഞാൻ ഫസ്റ്റത്തെ 2 മാത്രമാണ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് കവറേജ് എന്ന് പറയുകയാണെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കോഡായിട്ട് ഉദ്ദേശിക്കാം. ഓരോ കോഡിലും ഓരോരോ ലൈനിനെ നമുക്ക് ഓരോരോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. ഓക്കെ. ഒരു പ്രോഗ്രാമിലെ ഓരോരോ ലൈനിന് നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും എല്ലാ സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ സോഴ്സ് കോഡ്, ആ പ്രൊജക്ടിന്റെ കോഡ്, അതിലത്തെ എല്ലാ സ്റ്റേറ്റ്മെന്റും ഒരു വട്ടെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് സ്റ്റേറ്റ്മെന്റ് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക് ആട്ടോ പറയണത്. ഇങ്ങനെ എഴുതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇപ്പോൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ്, ഓക്കെ, ടെക്നിക്സുകളാണ് പറയുന്നത്. അതിൽ 2 ഞാൻ പറഞ്ഞത്. പിന്നെ അടുത്തത് ബ്രാഞ്ച് കവറേജ്. ബ്രാഞ്ച് കവറേജ് എന്ന് വെച്ചാൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. IT ഫീൽഡിലുള്ളവർ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇഫ് എൽസ്, ഇഫ് അങ്ങനെയൊക്കെ, എൽസ് ഇഫ് ലാഡർ, ലൂപ്പ്, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ലോജിക്ക്, ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും എന്ത് ബ്രാഞ്ച് കവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ബ്രാഞ്ച് കവറേജ് മാത്രമല്ല, കണ്ടീഷൻ കവറേജ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കണ്ടീഷൻ കവറേജ്, ഡിസിഷൻ കവറേജ്. അപ്പോൾ ഓരോ ലൂപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൂപ്പുകൾ, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, പിന്നെന്താണ്, ഇഫ് സ്റ്റേറ്റ്മെന്റ്സ്, അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണതാണ് ഇതിൽ ബ്രാഞ്ച് കവറേജിലും ഡിസിഷൻ കവറേജിലും കണ്ടീഷനിലും ഒക്കെ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഇത് ഒരുപാടുണ്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ വൈറ്റ് ബോക്സ് അതൊക്കെ ചെയ്യണത് ആരായിരിക്കും? ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് ആരായിരിക്കും? ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം.
കോഡിംഗ് സൈഡ് ആയതുകൊണ്ട് ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അത് തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ദിസ് ഒരുപാട് ടെക്നിക്സും കാര്യങ്ങളും വരുന്നുണ്ടായിരിക്കും. നമ്മൾ അതിൽ രണ്ടെണ്ണം മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ക്ലിയർ ആയോ? അപ്പോൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടൈപ്സ് ഓഫ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഏതൊക്കെയായിരുന്നു? രണ്ടെണ്ണം ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങും. എവിടെ പോയി? വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാം സൈഡ് അല്ലെങ്കിൽ കോഡിംഗ് സൈഡാണ് വരുന്നത്. ഡെവലപ്പേഴ്സ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. സ്ട്രക്ചറൽ ടെസ്റ്റിങ്ങിന് അണ്ടറിലാണ് വരുന്നുണ്ടായിരിക്കുക. രണ്ട് ടൈപ്പാണ് വരുന്നത്, യൂണിറ്റ് ടെസ്റ്റിങ്ങും ഇന്റഗ്രേഷൻ ടെസ്റ്റിങ്ങും. ഇത് ചോദിക്കും കേട്ടോ, യൂണിറ്റ് ടെസ്റ്റിംഗ് എന്താണ് അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്താണ്? ഇത് എന്തായാലും മസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ മൊഡ്യൂളും എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും യൂണിറ്റ് ടെസ്റ്റിംഗ്. അത് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഓരോരോ മൊഡ്യൂൾസിനെ നമ്മളൊക്കെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു എൻ്റയർ ബിൽഡ് ആക്കിയിട്ട് മാറ്റി അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഡാറ്റാബേസ് ഒക്കെ കണക്ട് ചെയ്ത് പേജ് ടു പേജ് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു മൊഡ്യൂളാക്കി എല്ലാ മൊഡ്യൂളിനും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഒന്നാക്കി മാറ്റും. എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അയ്യോ, അടിയിലേക്ക് പോയോ? അതിനടിയിൽ ഞാൻ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനെ നമ്മൾ എന്താക്കുന്നുണ്ട്, വേറൊരു പേരും കൂടി വിളിക്കുന്നുണ്ട്. ഓപ്പൺ ബോക്സ്, ക്ലിയർ ബോക്സ്, ട്രാൻസ്പെറന്റ് ബോക്സ്, ഗ്ലാസ് ബോക്സ്, അങ്ങനെ പല പല പേരിലും വിളിക്കുന്നുണ്ട്. കാരണം ഒരു ഗ്ലാസ് ബോക്സ് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. അതിനുള്ളിലത്തെ സ്ട്രക്ചർ, അതിനുള്ളിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചറും കളറും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റൂലേ. അതേപോലെ തന്നെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ അതിനുള്ളിലത്തെ പ്രോഗ്രാമും ഡിസൈനും കോഡിങ്ങും ലോജിക്കും ഒക്കെ അറിയണം. അതറിയണത് ഡെവലപ്പേഴ്സിനാണ്. ഓക്കെ, അപ്പൊ ഇതിൽ വൈറ്റ് ബോക്സിൽ നമുക്കൊന്നും റോള് വരുന്നില്ല. പിന്നെ വൈറ്റ് ബോക്സിൽ ഈ കോഡിങ്ങിന്റെ സോഫ്റ്റ്വെയർ കോഡിന്റെ ഇൻവോൾവ്മെന്റ് എന്താന്നുള്ളതാണ് ഇതിൽ പറയണത്. കോഡിംഗ് ആണ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കോഡിംഗ് ബേസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണ് കോഡിംഗ് ബേസ്ഡ് എന്ന് പറയണതെന്ന് നോക്കുന്നത് എന്ന് വെച്ചാൽ, ആ കോഡിൽ എന്തെങ്കിലും ബഗ് ഉണ്ടോ, എറർ ഉണ്ടോ, പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ, എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ട് ഒക്കെ കിട്ടുന്നുണ്ടോ, അത് കോഡ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ ഇവിടെ വൈറ്റ് ബോക്സ് ടെക്നിക്കിൽ സ്റ്റേറ്റ്മെന്റ് കവറേജ് എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചു എന്ന് വരും. സ്റ്റേറ്റ്മെന്റ് കവറേജും ബ്രാഞ്ച് കവറേജും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അത് രണ്ടും മാത്രം ഞാൻ പറഞ്ഞത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് കവറേജ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിലെ ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെന്റ്, എല്ലാ സ്റ്റേറ്റ്മെന്റും അറ്റ്ലീസ്റ്റ് ഒരു വട്ടമെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം. അതാണ് സ്റ്റേറ്റ്മെന്റ് കവറേജ്. ക്ലിയർ ആയോ? ബ്രാഞ്ച് കവറേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ലൂപ്പിംഗ് ബ്രാഞ്ച് കവറേജ് അല്ലെങ്കിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ, ഡിസിഷൻ കവറേജ് ഒക്കെ ആണെങ്കിൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ എൽസ് ഇഫ് ലാഡർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളും ടെക്നിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അതാണ് ബ്രാഞ്ച് കവറേജിൽ വരുന്നത്. പിന്നെ ഇതിൽ ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്, ഒരു അഞ്ചെണ്ണത്തിന്റെ പേരൊക്കെ, സ്റ്റേറ്റ്മെന്റ്, ഡിസിഷൻ, ബ്രാഞ്ച്, കണ്ടീഷൻ, മൾട്ടിപ്പിൾ കണ്ടീഷൻ, അങ്ങനെ ഒരു അഞ്ചെണ്ണത്തിന്റെ പേരൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയർ ആയോ? സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെക്നിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കി. അപ്പോൾ ബ്ലാക്ക് ബോക്സ് കഴിഞ്ഞു, വൈറ്റ് ബോക്സ് കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടും പഠിക്കുക. കേട്ട് വരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾ നോട്ട് ഉണ്ടാക്കുക തന്നെ വേണം. ഓക്കെ, so that's it for today. Thank you. Bye.